പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേണു ആണെങ്കിൽ അനാമികനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങിന് ചിക്കൻ ബോക്സുകാരി വരും മോളെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു അവൾ എന്തായാലും വരില്ലായിരിക്കും, അവൾക്ക് ചിക്കൻ ബോക്സ് അല്ലേ എന്ന് പറയുകയാണ്. പിന്നീട് രേവതി ആണെങ്കിൽ അനാമികയ്ക്ക് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കൊണ്ടുകൊടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു, മോള് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അങ്ങോട്ട് പോവേണ്ടതായിരുന്നു, ഇവിടെ ഇരുന്നത് ശരിയായില്ല എന്ന് പറയട്ടെ. അപ്പോൾ അനാമികയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അനാമിക പറയുന്നുണ്ടായിരുന്നു, അവൾ എൻ്റെ കർണത്തടിച്ചതാണ്, എന്നിട്ട് പിന്നെ ഞാൻ അവളുടെ ഫംഗ്ഷനും പോയി നിൽക്കണോ? ആ നന്ദു എന്ന് പറയുന്നവൾ അവിടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയേനെ. അനിയനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, എൻ്റെ സ്ഥാനത്ത് അവൾ വന്ന് നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയൂ കേട്ടോ. പിന്നീട് രേവതിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വേണുവിനോട്, നമുക്കിങ്ങനെ അവളിങ്ങനെ അടി തന്ന സമയത്ത് അതിനൊരു തിരിച്ചടി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ, നാട്ടിലുള്ള ഗുണ്ടകളെ മൊത്തം പരിചയമുണ്ട് നിങ്ങൾക്ക് അതിനൊന്നും സാധിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നമ്മൾ അതിനൊന്നും പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, അവളാണെങ്കിൽ SI ഒക്കെ ആവാൻ പോവല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, അവൾ SI ആവുന്നതിന് മുന്നേ മോൾ എന്തെങ്കിലും അവിടെ നിന്നൊക്കെ നേടിയെടുക്കാൻ നോക്കണം, കാരണം അവളുമാരുടെ മനസ്സിലിപ്പോൾ വലിയൊരു രഹസ്യം ഉണ്ടല്ലോ, അവരതെപ്പോഴാണ് പുറത്ത് പറയാമെന്ന് അറിയില്ല. കാരണം അങ്ങനെ ദേവയാനി ചേച്ചി കുടിച്ച പാലിൽ നമ്മളാണ് വിഷം ചേർത്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും മോൾക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയട്ടെ. അപ്പം അനാമിക പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അവിടേക്ക് പോവാത്തതും, ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, പിന്നെ അവളുമാർ സത്യം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ ഫംഗ്ഷന് പോവാത്തതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ഞാൻ മാത്രമല്ല അവിടെ ഇങ്ങനെ സ്വത്തും പണമൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നത്, അബിയും അതുപോലെ തന്നെ അപ്പച്ചിയൊക്കെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, അവരെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല, പിന്നെയാണോ എനിക്കെന്ന് പറയുമ്പോൾ അവരാണെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയിലെ ട്രസ്റ്റിലെ അംഗമാണല്ലോ, മോള് ആ ട്രസ്റ്റിലെ അംഗമൊന്നുമല്ലോ, എങ്ങനെയെങ്കിലും അതിലൊന്ന് കയറി പറ്റാൻ നോക്കുക, അതാകുമ്പോൾ അനിയായിട്ട് ബന്ധം പിരിഞ്ഞാലും മോൾക്ക് തക്കതായിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടുമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, എനിക്കതിലെ അംഗമാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അവിടെ മരുമക്കളാരും ആ ട്രസ്റ്റിലെ അംഗമല്ല, പിന്നെ എനിക്ക് എങ്ങനെ അത് പറയാൻ പറ്റും, ഇനിയിപ്പോൾ അനിയനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ആ കാര്യത്തിലൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറയട്ടെ. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ട്രസ്റ്റിൽ അംഗമാവാൻ നോക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അനാമികയാണെങ്കിലും അതന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് നന്ദു ആണെങ്കിലും ഇങ്ങനെ നവിയുടെ ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനക വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോൻ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കട്ടെ. അപ്പോഴും നന്ദുവിനാണെങ്കിലും പോകണോ പോകണ്ടേ എന്നുള്ള സംശയമാണ് കേട്ടോ. എനിക്കിപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെ മാറി കുളിയും കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ അവിടേക്ക് ചെന്നാലും അവിടെയുള്ള പലർക്കും ഇഷ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മോളുടെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ തീർച്ചയായിട്ടും കൊണ്ടുവരണമെന്ന് അവിടുത്തെ ആദർശമോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞതാണ്, ഇനിയിപ്പോൾ മോള് ചെന്നിട്ടില്ലെങ്കിൽ അവർക്കത് വിഷമാവും, പിന്നെ അത് മാത്രമല്ല മോളോട് ഇന്ന് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അത് പറയാം, മോള് വേഗം ഒരുങ്ങിയിട്ട് വാന്ന് പറയാണ്. പിന്നെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മോള് ഇങ്ങനെ അനിയനോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കരുത്, അതാണ് ഇങ്ങനെ അനിയുടെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടാത്തത്, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇതിലങ്ങ് നിന്നാൽ മതി, അനിയനോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അതിനുശേഷം പിന്നെ അനിയനെ കാണിക്കുന്നു, അനിയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നയന അതിലൂടെ പോകുന്ന സമയത്ത് ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ ഇങ്ങോട്ട് വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നന്ദു വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അനി ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു, അച്ഛനും അമ്മയും എന്തായാലും തീർച്ചയായിട്ടും വരും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നന്ദുവിന് വരാൻ പറ്റില്ലായിരിക്കും അല്ലേ, നന്ദുവിന് ഇങ്ങനെ ചിക്കൻ ബോക്സ് അല്ലേ എന്ന് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, അവളുടെ കുളിയൊക്കെ കഴിഞ്ഞു, ചിലപ്പോൾ നന്ദു വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് വിളിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഏട്ടത്തിയുടെ അമ്മയാണ് ഫോൺ എടുക്കാറുള്ളതെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അനി നന്ദുവിനെ വിളിക്കുന്നത് അനാമികയ്ക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ അനി ഇങ്ങനെ നന്ദുവിനെ വിളിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ നന്ദുവിനെ വിളിക്കാതിരിക്കുന്നത് തന്നെ ആണ് നല്ലത്, നിങ്ങൾ കൂടുതൽ ഇങ്ങനെ സൗഹൃദം വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനാമികയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ട് വേണ്ടേ ജീവിക്കാനെന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മുടെ സൗഹൃദമൊന്നും ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കതിനൊന്നും പറ്റില്ല എന്നൊക്കെ അനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കല്യാണി ചേച്ചി ഇങ്ങനെ ഏട്ടത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ, ആദർശമായിട്ട് ഇങ്ങനെ കല്യാണി ചേച്ചിനോട് ഇങ്ങനെ കല്യാണി ചേച്ചീനെ വിളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടത്തിക്ക് അത് സങ്കടമാവില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയനയാണെങ്കിലും ആ സമയത്ത് അനിയനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് പറയട്ടെ. അപ്പോൾ അനി തിരിച്ചും പറയുന്നുണ്ടായിരുന്നു, ആണും പെണ്ണും തമ്മിൽ സൗഹൃദം കൂടിയാൽ എന്താ കുഴപ്പം, അതിലൊന്നും ഒരു തെറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ നന്ദുവിനെ വലിച്ചഴിക്കേണ്ട, നന്ദുവിനായിട്ട് അകന്ന് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ. പിന്നെ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്യില്ല, അതുകൊണ്ടാണ് സംസാരത്തിൻ്റെ രീതിയൊന്നും മാറ്റാത്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അത് പറഞ്ഞിട്ടാണ് നയന അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് നേരെ ദേവയാനിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ ദേവയാനിയാണെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് സാരിയൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ദേവയാനി തിരിച്ചും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മോൾക്കും ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അത് ആദർശേട്ടനും പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആദർശേട്ടന് മറുപടി കൊടുക്കുകയും ചെയ്തു, ഇത് അമ്മ വാങ്ങിച്ചു തന്നാണ് എന്നുള്ളത് എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് ആകെ ഒരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൾ വെറുതെ പറഞ്ഞതാണല്ലേ എന്നെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന സമയത്ത് പിന്നീട് നയന പറയുകയാണ്, ഞാനിപ്പോൾ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയട്ടെ. അപ്പോൾ എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ
അനിയും നന്ദും തമ്മിലുള്ള അടുപ്പത്തിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ അങ്ങനെ ദേവയാനിയോട് പറയുന്നത്. അപ്പോൾ അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നന്ദു ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെ നന്ദു വരുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ ദേവയാനിക്കും ആകെ ടെൻഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ അനാമിക അതുപോലെ തന്നെ അനിയും തമ്മിലുള്ള ബന്ധം പിരിയാൻ പാടില്ല എന്നൊക്കെ തന്നെയാണ് ദേവയാനിയും പറയുന്നത്. അതുപോലെ തന്നെ അനിയനോട് നന്ദുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുന്നുണ്ടായിരുന്നു. അനിയനോട് ഞാൻ സംസാരിച്ചോളാമെന്നും ദേവയാനി പറയാനായിട്ടോ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചേച്ചി ഇന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകുമല്ലോ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നന്ദുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുകയാണ്. അതുപോലെ അനാമികയും തമ്മിൽ ഒരിക്കലും പിരിയാൻ പാടില്ല എന്നാണ് കേട്ടോ ദേവയാനി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ അനിയനോട് സംസാരിച്ചോളാം എന്ന് ദേവയാനി പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നന്ദു ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നേ നന്ദുവിനെ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്നുണ്ട് എന്നുള്ള ആഗ്രഹമൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ദേവയാനി അനിയനോട്. അപ്പോൾ അങ്ങനെ അത് വേണ്ടതുമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നന്ദു ഇങ്ങനെ ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ അവളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും അനി പോയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് നൈനയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. അതിനുശേഷം കാണിക്കുന്നത് കനകേനെയും ഗോവിന്ദനെയാണ്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അവരുടെ സന്തോഷം ഇങ്ങനെ കണ്ടിട്ട് തന്നെ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ, എന്താ അതിനുള്ള കാരണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം മോൾക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ദേവയാനിയും നൈനയും തമ്മിൽ ഇപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കനകയാണെങ്കിലും അവരെ കാവിൽ വെച്ച് കണ്ടതും അതുപോലെ തന്നെ ദേവയാനി നൈനയുടെ ഇങ്ങനെ തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുത്ത കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണ് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു അത് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ ചേച്ചി ഒരു നമ്പർ തന്നിട്ട് അത് സൈബർ സെല്ലിൽ നിന്ന് അത് ആരുടേതാണെന്ന് ഇങ്ങനെ കണ്ടെത്തി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത് ആദർശേട്ടൻ്റെ അമ്മയുടേതാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അതിൽ ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം അമ്മായിമ്മയും മരുമകളും നല്ല സ്നേഹത്തിലാണ്. അത് നമ്മളോട് ഇങ്ങനെ രണ്ടുപേരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളും അത് അറിഞ്ഞതായിട്ട് ഭാവിക്കൊന്നും വേണ്ട, അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെ അങ്ങ് നിന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു അത് അത്രയേ ഉള്ളൂ, എന്തായാലും ചേച്ചി ഒരു നാൾ പിടിക്കപ്പെടുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ആദർശമോനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടെന്ന് ഇങ്ങനെ കനക പറയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്നും കൂടെ നന്ദു പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ മരുമകളെ വെറുക്കുന്ന അമ്മായിയമ്മയല്ല അവിടെ ഉള്ളത്, അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെ മുഖത്തും മോള് കണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നന്ദുവിനെ വിളിച്ചുകൊണ്ട് കനക അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. പലഹാരങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ പറയുന്ന സമയത്ത് അതൊക്കെ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നവ്യയുടെ ഒരുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നൈന ആ സമയത്താണ് അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ നൈന ചെല്ലുമ്പോൾ തന്നെ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഈ സാരി എന്ന് ചോദിക്കും. അപ്പോൾ നൈന ചോദിക്കുകയാണ് അത് ഞാനാണോ പറയേണ്ടത് ചേച്ചിയല്ലേ എന്ന് പറയും. അപ്പോൾ നീ വാങ്ങിയ സാരിയല്ലേ എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നവ്യയ്ക്കും ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നീട് ഞാൻ എന്തായാലും ഫൈനൽ ടച്ചപ്പ് ചെയ്തുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ അവിടെ പിടിച്ച് ഇരുത്തുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അബി എന്താ ഇതുവരെ കണ്ടില്ലല്ലോ, അവൻ എന്താ വരാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ മുല്ലപ്പൂ വാങ്ങാനെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവൻ ചിലപ്പോൾ പെൺകുട്ടികളെ ആരെങ്കിലും കാണാനായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി എന്തേ പറയുന്നത്, അങ്ങനെയൊക്കെ അവൻ പോവോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകാൻ കാത്തു നിൽക്കുകയാണ്. അവൻ ഇനിയിപ്പോൾ അവന് ഇങ്ങനെ സ്വസ്ഥമായല്ലോ, ഇനിയിപ്പോൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ തിരിച്ച് വിളിക്കാൻ വരുമോ പോലും എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അവനെ നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവന് ചെയ്യുള്ളൂ, ഇതിപ്പോൾ മറ്റാരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട് എന്ന് പറയാണ്. അതിലും എനിക്ക് സംശയമുണ്ടെന്ന് നവ്യ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മാത്രമല്ല എൻ്റെ ഇപ്പോൾ ഈ റൂമിലിരിക്കുന്ന സമയത്തും അവൻ്റെ മനസ്സ് എവിടെയൊന്നുമല്ല എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നവ്യ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നൈന പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചേച്ചീനെ അവൻ വിളിക്കാൻ വന്നിട്ടില്ലെങ്കിലും ഇവിടെ മറ്റു പലരും ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ ചേച്ചീനെ വിളിച്ചുകൊണ്ടുവരാൻ നിർബന്ധിക്കുമല്ലോ, അതുകൊണ്ട് എന്തായാലും ചേച്ചീനെ വിളിക്കാനൊക്കെ വരും എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയല്ലല്ലോ വേണ്ടത്, നമ്മുടെ ഭർത്താവ് നമ്മളെ ഇങ്ങനെ സ്വയം വന്ന് വിളിക്കേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സങ്കടത്തിലൊക്കെ തന്നെയാണ് നവ്യയാണെങ്കിലും. അപ്പോൾ നൈനയാണെങ്കിലും സമാധാനിപ്പിച്ചിട്ട് ഞാൻ ചേച്ചിക്ക് ബാക്കിയുള്ള ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞ് അവിടെ അങ്ങ് ഇരുത്തിയിട്ട് അതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ആ സമയത്ത് നവ്യാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് നിന്നോട് ഇങ്ങനെ ചെറിയ സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെയാണല്ലോ ഇങ്ങനെ അമ്മായി ഉണ്ടാക്കി വെക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നൈന പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല, ആദർശേട്ടനോട് ഇങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണല്ലോ, അപ്പോൾ ആ വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ആദർശേട്ടനെ അമ്മേനെയൊന്നും പിണക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എന്നോട് സ്നേഹം കാണിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാം അവിടെ നിന്ന് തടി തപ്പുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും നവ്യ പറയുന്നുണ്ടായിരുന്നു കുറച്ചും കൂടെ കഴിഞ്ഞാൽ അമ്മായി നീയും തമ്മിലുള്ള പൊരുത്തക്കേടൊക്കെ അങ്ങ് മാറും, നിങ്ങളൊന്നിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നാലും മനസ്സ് മാറാത്ത ഒരാളെ ഇവിടെ ഉണ്ടാവുള്ളൂ എൻ്റെ അമ്മായിമ്മ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയാണെങ്കിലും അമ്മായി ഇങ്ങനെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ്, അല്ലെങ്കിൽ അതിനും ചെല്ലില്ലായിരുന്നു
പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവരിങ്ങനെ പലഹാരം ഉണ്ടാക്കിയാലോ അത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല, വിഷം വരെ ചേർക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നവ്യാണെങ്കിലും. അപ്പോൾ എനിക്കതിനോടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനും അമ്മയൊക്കെ അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അതിനുള്ള സാധ്യതയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും അമ്മായിയുടെ മനസ്സ് മാറി തുടങ്ങി. അപ്പോൾ ഒരിക്കലും മാറാത്ത രണ്ടാൾക്കാരാണ് എൻ്റെ അമ്മായിയമ്മയും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവും എന്ന് പറയുകയാണ് കേട്ടോ. എനിക്കിപ്പോൾ എന്നോട് തന്നെ ഇങ്ങനെ ദേഷ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, അവനെപ്പോലെ ഒരുത്തന്നെ തിരഞ്ഞെടുത്തേൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ചേച്ചീനെ കാണാൻ നല്ലൊരാൾ വന്നിരുന്നല്ലോ, ചേച്ചിയല്ലേ അതിൽ നാടകം കളിച്ച് അത് വേണ്ടാന്ന് വെച്ച് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എനിക്കിപ്പോൾ സങ്കടമൊന്നുമില്ല, നിനക്ക് ചേർന്ന ഒരാളെ തന്നെ നിനക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യാണെങ്കിലും അതങ്ങ് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഈ സമയത്താണ് അവൻ മുല്ലപ്പൂ വാങ്ങിക്കാൻ പോകുന്നത്, അവൾക്ക് മുല്ലപ്പൂ വേണമെങ്കിൽ ഇന്നലെ തന്നെ വാങ്ങിച്ച് വെക്കണമായിരുന്നു, അപ്പോൾ നിനക്ക് അവനെ ഇവിടെ പിടിച്ച് നിർത്തിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നാലും അവനിങ്ങനെ എന്തൊക്കെയോ ചിന്തയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജി അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്കും തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇങ്ങനെ പോകാനായപ്പോൾ നവ്യ പോകാനായപ്പോൾ അവളോട് സ്നേഹം കൂടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അത് മറ്റുള്ളവരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഓരോന്ന് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറയാം കേട്ടോ. പിന്നീട് മുത്തശ്ശനും എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇത്തവണത്തെ വിഷുവിന് റെക്കോർഡ് സെയിലായിരിക്കും എന്നാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ അതും അങ്ങനെയാണെങ്കിൽ രോഗമൊക്കെ മറന്നിട്ട് നിങ്ങളുടെ കൂടെ ഞാനും കൂടെ വന്നേനെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതൊന്നും വേണ്ടാന്ന് പറയട്ടോ, അപ്പോൾ രോഗം വന്ന ശേഷം ഇങ്ങനെ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കില്ലേ, അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കുകയാണ് പുറത്ത് പോകാൻ, എന്തായാലും ഞാൻ വിടില്ല എന്ന് മുത്തശ്ശി പറയാണ് കേട്ടോ. അപ്പോഴേക്കും നവി നൈനി എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ മുത്തശ്ശി പറയും, നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ എങ്ങനെ സുന്ദരി ആവാതിരിക്കും, എങ്ങനെ മൂർത്തി ജ്വല്ലറിയിൽ എങ്ങനെ ചീഫ് ഡിസൈനർ അല്ലേ മോളെ ഒരുക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാനാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസമെങ്കിലും ഒരു ബ്യൂട്ടീഷ്യനെ വിളിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ ജലജയാണെങ്കിലും. അപ്പോൾ ജാനകിയും ജലജയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോയി വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ പറയുന്നുണ്ടായിരുന്നു, എന്നിട്ട് മോൾ ഒരുക്കിയ പോലെ ആയിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ മോളുടെ സഹായം കൂടെ ഒന്ന് തേടിക്കൂടായിരുന്നോ എന്ന് പറയട്ടോ. അപ്പോൾ നയനയുടെ സഹായം തേടിക്കൂടായിരുന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാനകി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അത് മാത്രമല്ല അബിയാണെങ്കിലും പോയിട്ട് വന്നിട്ടില്ലല്ലോ, അപ്പോൾ അതും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ കാണാനില്ലല്ലോ. അപ്പോൾ ജലജ പറയുകയാണ്, എന്തായാലും ഇവളുടെ അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ലല്ലോ, അപ്പോൾ അവനും ഇപ്പോൾ വന്നോളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അതിനുശേഷം മുത്തശ്ശിയാണെങ്കിൽ കുറച്ച് സ്വർണ്ണമൊക്കെ മുത്തശ്ശിയുടെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പെട്ടിയിൽ. അപ്പോൾ ഇതൊക്കെ മോൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നതാണെന്ന് പറഞ്ഞിട്ട് അത് നവിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ജാനകിയാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇന്നത്തെ ദിവസമെങ്കിലും വേണ്ടാത്ത വർത്താനം ഒഴിവാക്കിക്കൂടെ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്വർണ്ണം കയ്യിലേക്ക് അങ്ങ് പിന്നീട് ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് നിൻ്റെ അനിയത്തി നന്ദു വരുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ നവ്യ പറയുന്നത്, അവൾ എൻ്റെ അനിയത്തിയല്ലേ, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വരും എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഇഷ്ടപ്പെടാത്തത്. അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ള സംസാരമൊക്കെ ഒഴിവാക്കിക്കൂടെ എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് ആ സ്വർണ്ണമൊക്കെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നവ്യക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ടായിരുന്നു, ഒരുപാട് സ്വർണ്ണമുണ്ട്. അപ്പോൾ ജലജിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, കല്യാണത്തിന് അവൾ സ്വർണ്ണമൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ അവളുടെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് സ്വർണ്ണം ഉണ്ടല്ലോ, അവൾ അതൊക്കെ അണിഞ്ഞിട്ടല്ലേ പോകാൻ പോകുന്നത് 7ാം മാസത്തെ ചടങ്ങിനെ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശന് അത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അന്തപുരിയിലെ മരുമക്കൾ അങ്ങനെ തന്നെയല്ലേ പോവേണ്ടത്, പിന്നെ സ്വർണ്ണം പെട്ടിയിൽ വെക്കാനുള്ളതൊന്നുമല്ലല്ലോ, അതിങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എടുത്ത് അണിയാൻ തന്നെ ഇല്ലാണെന്ന് ഇങ്ങനെ മുത്തശ്ശനാണെങ്കിലും ദേഷ്യത്തോടുകൂടി പറയുകയാണ്. ആ സമയത്ത് ജലജയാണെങ്കിലും മനസ്സിലോർക്കുന്നത്, അർഹതയില്ലെങ്കിലും അവൾക്കത് കിട്ടിയപ്പോൾ അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നയനിക്കും നവിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്